നമസ്കാരം. വളരെയേറെ അന്ധവിശ്വാസങ്ങളും തെറ്റിദ്ധാരണകളുമുള്ള ഒരു ടോപ്പിക്കാണ് കരിമംഗല്യം അല്ലെങ്കിൽ മെലനോമ എന്നുള്ളത്. എല്ലാവർക്കും അറിയാം, നമ്മുടെ മുഖത്ത് കാണപ്പെടുന്ന ഒരു ഡിസ്കളറേഷൻ അല്ലെങ്കിൽ ഹൈപ്പർ പിഗ്മെന്റേഷൻ ആണ് കരിമംഗല്യം എന്ന് പറയുന്നത്. ഇത് നമുക്ക് സംഭവിക്കാൻ പോകുന്ന ഒരു ദുരിതത്തിന്റെ അല്ലെങ്കിൽ നമ്മുടെ ഭർത്താവിന് എന്തോ ഒരു മാരകമായിട്ടുള്ള ദോഷം വരുന്നതിന്റെ ഒക്കെ ഒരു സൂചനയായിട്ടാണ് ഇന്നും പല ആളുകളും വിശ്വസിക്കുന്നത്. അത് മാത്രമല്ല, ഇത് മാറണമെങ്കിൽ എന്തെങ്കിലും എക്സ്റ്റേണൽ ആപ്ലിക്കേഷൻസ് നമ്മളുടെ ഒന്നെങ്കിൽ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന സ്റ്റീറോയിഡ്സോ അല്ലെങ്കിൽ എന്തെങ്കിലും ക്രീമുകളോ അതല്ലെങ്കിൽ നമ്മൾ വീട്ടിൽ തന്നെ തയ്യാർ ചെയ്യുന്ന പലതരത്തിലുള്ള പൊടിക്കൈകളോ ഒക്കെ കൊണ്ട് നമുക്കിത് പൂർണ്ണമായിട്ട് മാറ്റിയെടുക്കാം എന്നുള്ളതെല്ലാം ഇതിനെ പറ്റിയുള്ള തെറ്റിദ്ധാരണകളാണ്. അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഈ ഒരു കരിമംഗല്യത്തെ കുറിച്ച് നല്ല രീതിയിലുള്ള ഒരു അവയർനെസ് നിങ്ങൾക്ക് തരിക എന്നാണ് ഞാൻ ലക്ഷ്യം വെച്ചിരിക്കുന്നത്. മെലനോമ എന്നുള്ളത് ഒരു ഹൈപ്പർ പിഗ്മെന്റേഷൻ ആണ്. അത് നമ്മുടെ ശരീരത്തിൽ ശരിയായ രീതിയിൽ മെലാനിൻ പിഗ്മെന്റേഷൻ നടക്കാത്തത് കൊണ്ട് അല്ലെങ്കിൽ ചില സ്ഥലങ്ങളിൽ എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് ഓവറായിട്ട് മെലാനിൻ പ്രൊഡക്ഷൻ സംഭവിക്കുന്നത് കൊണ്ട് വരുന്ന ഒരു പ്രശ്നമാണ്. ഇതൊരു ഹോർമോണൽ അല്ലെങ്കിൽ ഹോർമോൺ സെൻസിറ്റിവിറ്റി പ്രോബ്ലം എന്നൊക്കെ വേണമെന്നുണ്ടെങ്കിൽ പറയാം. ഇത് പലപ്പോഴും ഒരു 35 ഇയേഴ്സ് ഒക്കെ കഴിയുന്ന സ്ത്രീകളിലാണ് കാണുന്നത്. പുരുഷന്മാരിലും ഉണ്ടാകാറുണ്ട്, എന്നാലും സ്ത്രീകളിലാണ് ഇത് കൂടുതലായിട്ട് പ്രസന്റ് ചെയ്യുന്നത്. അപ്പൊ ഇതിന്റെ പ്രധാന കാരണം ഹോർമോണൽ ഇംബാലൻസ് തന്നെയാണ്. നമ്മുടെ ശരീരത്തിൽ പലതരത്തിലുള്ള ഹോർമോണുകൾ അതുപോലെ തന്നെ പലതരത്തിലുള്ള ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിന്റെ ഒക്കെ ശരിയായ രീതിയിലുള്ള പ്രസൻസ് ഇല്ലാത്തത് കൊണ്ടാണ് ഈ ഒരു പ്രശ്നം പലപ്പോഴും ഉണ്ടാകുന്നത്. ഇത് ശരിക്കും ഒരു ഇന്റേണൽ അസുഖത്തിന്റെ റിഫ്ലക്ഷൻ മാത്രമാണിത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് പലപ്പോഴും ഒരു മെനോപോസ് ഒക്കെ അടുക്കാറാകുമ്പോൾ ഏകദേശം 35 വയസ്സൊക്കെ കഴിയുമ്പോൾ സ്ത്രീകളിൽ ഈസ്ട്രജന്റെയും പ്രൊജസ്ട്രോണിന്റെയും ഒക്കെ ആക്റ്റീവ് ആയിട്ടുള്ള ലെവലിൽ പലതരത്തിലുള്ള വ്യതിയാനങ്ങൾ സംഭവിക്കും. അതാണ് ഈ ഒരു 35 ഇയേഴ്സ് ഒക്കെ കഴിയുമ്പോൾ സ്ത്രീകളിൽ പ്രധാനമായിട്ട് കരിമംഗല്യം കാണുന്നതിനുള്ള പ്രധാന കാരണം. അതുപോലെ തന്നെ മെനോപോസ് ഒക്കെ അടുക്കാറാകുമ്പോൾ ഈ ഒരു പിഗ്മെന്റേഷൻ ഹൈപ്പർ പിഗ്മെന്റേഷൻ വരാറുണ്ട്. അതുപോലെ തന്നെ പ്രഗ്നൻസി ടൈമിൽ ഈ ഒരു ഈസ്ട്രജന്റെയും പ്രൊജസ്ട്രോണിന്റെയും ഇംബാലൻസ് വരുന്നത് കൊണ്ട് തന്നെ സ്ത്രീകളിൽ പ്രഗ്നന്റ് ലേഡീസിലൊക്കെ കരിമംഗല്യം സർവ്വസാധാരണമായിട്ട് കാണാറുണ്ട്. അതുപോലെ തന്നെ ഹൈപ്പോതൈറോയിഡിസം, PCOD ഒക്കെ ഉള്ളവരിൽ കരിമംഗല്യം ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പിന്നെ ഒരു കാരണം പറയുന്നത് ജനറ്റിക്സ് ആണ്. നമ്മളുടെ പേരൻസ്, നമ്മളുടെ അമ്മമാർക്കോ ചേച്ചിമാർക്കോ അല്ലെങ്കിൽ ആന്റിമാർക്കോ ഒക്കെ ഈ ഒരു കരിമംഗല്യം ഉണ്ട് എന്നുണ്ടെങ്കിൽ ആ ഒരു ടെൻഡൻസി നമുക്ക് ഈ ഒരു ഏജ് എത്തുമ്പോൾ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പിന്നെ അനീമിയ പോലെയുള്ള രക്തസംബന്ധമായിട്ടുള്ള രോഗങ്ങളുള്ളവർക്ക്, പിന്നെ കരൾ സംബന്ധമായിട്ടുള്ള രോഗങ്ങളുള്ളവർക്ക്, അമിതമായിട്ടുള്ള പുകവലി, അമിതമായിട്ടുള്ള മദ്യപാനം ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും ഈ ഒരു രീതിയിൽ മുഖത്ത് ഹൈപ്പർ പിഗ്മെന്റേഷൻ വരാനുള്ള സാധ്യത കൂടുതലാണ്. ഇത് പലപ്പോഴും നമ്മളുടെ അപ്പർ ലിപ്സിൽ, മേൽചുണ്ടിന്റെ ഭാഗത്ത്, അതുപോലെ തന്നെ നമ്മുടെ കവിളുകളിൽ, മൂക്കിന്റെ പാലത്തിന്റെ അവിടെ, അതുപോലെ തന്നെ ഈ ഫോർഹെഡില് ഒക്കെ ഉണ്ടാവുന്ന ഒരു ഹൈപ്പർ പിഗ്മെന്റേഷൻ ആണ്. പലപ്പോഴും ഒരു ഡാർക്ക് സ്പോട്ടായിട്ട് അല്ലെങ്കിൽ ഒരു ബ്രൗൺ സ്പോട്ട് ഒക്കെ ആയിട്ടായിരിക്കും ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നീട് അത് ത്വക്കിലേക്ക് സ്പ്രെഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. പിന്നെ ഇത് പ്രധാനമായിട്ടും നമ്മളുടെ മെന്റൽ പ്രോബ്ലംസ് അല്ലെങ്കിൽ നമുക്ക് മാനസികമായിട്ട് എന്തെങ്കിലുമൊക്കെ ആൻസൈറ്റീസ് അല്ലെങ്കിൽ സ്ട്രെസ് ഒക്കെ ഉണ്ടെങ്കിൽ, അതുപോലെ തന്നെ പ്രോപ്പർ സ്ലീപ്പ് ഇല്ലെങ്കിൽ, അതുപോലെ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ നമ്മുടെ സ്കിന്നിനെ ഹെൽത്തി ആക്കി വെക്കുന്ന പ്രോട്ടീൻസ് അല്ലെങ്കിൽ ന്യൂട്രിയൻസ് ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ, അതുപോലെ തന്നെ നമ്മുടെ ഗട്ട് ഹെൽത്ത് ശരിയല്ല എന്നുണ്ടെങ്കിൽ എല്ലാം ഈ ഒരു രോഗം വരാൻ അല്ലെങ്കിൽ ഈ ഒരു ബുദ്ധിമുട്ട് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുപോലെ ശരിയായിട്ടുള്ള സ്ലീപ്പ് ഇല്ലാത്തവർക്ക് ഈ ഒരു കണ്ടീഷൻ വളരെ കൂടുതലാണ്. പിന്നെ അമിതമായിട്ട് മെന്റൽ സ്ട്രെസ് ഉണ്ടാകുമ്പോൾ തന്നെ നമ്മുടെ ശരീരത്തിൽ ഹോർമോണൽ ഇംബാലൻസ് വരുന്നു. നെഗറ്റീവ് ആയിട്ടുള്ള നമ്മളുടെ ശരീരത്തിന് കോർട്ടിസോൾ പോലെയുള്ള ഹോർമോണുകളൊക്കെ അമിതമായിട്ട് ഉത്പാദിപ്പിക്കുന്നു. ഇതും നമ്മുടെ സ്കിൻ ഹെൽത്തിനെ നെഗറ്റീവായിട്ട് ബാധിക്കാനുള്ള ഒരു സാധ്യത വളരെ കൂടുതലാണ്. അപ്പൊ ഇതെല്ലാമാണ് ഈ ഒരു ഹൈപ്പർ പിഗ്മെന്റേഷൻ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണങ്ങൾ. പിന്നെ എല്ലാവരുടെയും സംശയം, ഈ ഒരു കരിമംഗല്യം മാറുമോ അല്ലെങ്കിൽ നമുക്കതിന് എന്തെങ്കിലും ട്രീറ്റ്മെന്റ് ഉണ്ടോ, പൂർണ്ണമായിട്ട് മാറ്റി എടുക്കാൻ പറ്റുമോ, എക്സ്റ്റേണൽ ആപ്ലിക്കേഷൻസ് മാത്രം മതി എന്നൊക്കെയുള്ളതാണ്. തീർച്ചയായിട്ടും കരിമംഗല്യം എന്ന് പറയുന്ന ഈ ഒരു കണ്ടീഷൻ നമുക്ക് എഫക്റ്റീവായിട്ട് മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും. പലപ്പോഴും ഹോമിയോപ്പതിക് ട്രീറ്റ്മെന്റിന് ഈ ഒരു ബുദ്ധിമുട്ടിനെ അല്ലെങ്കിൽ ഈ ഒരു സിംറ്റത്തെ പൂർണ്ണമായിട്ട് മാറ്റിയെടുക്കാനായിട്ട് സാധിക്കാറുണ്ട്. ഇപ്പം പ്രോപ്പർ ആയിട്ടുള്ള ഒരു മെഡിസിനോടൊപ്പം കാര്യമായിട്ടുള്ള രീതിയിലുള്ള ഒരു ലൈഫ് സ്റ്റൈൽ മാനേജ്മെന്റ്, അതുപോലെ തന്നെ റുട്ടീനിസ്റ്റിക് ആയിട്ടുള്ള ഒരു ഹെൽത്തി ആയിട്ടുള്ള ലൈഫ് സ്റ്റൈല്, അതുപോലെ മൈൻഡ് കാംനെസ് ഒക്കെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പൂർണ്ണമായിട്ടും ഇതിനെ
സിമ്പിൾ ആയിട്ട് മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും. പ്രോപ്പറായിട്ട് സെലക്ട് ചെയ്ത ഒരു ഹോമിയോപ്പതിക് മെഡിസിനോടൊപ്പം നമ്മളുടെ ഹെൽത്തി ഡയറ്റ് കൂടി കൊണ്ടുവരിക. ആന്റി ഓക്സിഡൻസ് ധാരാളം അടങ്ങിയ ഭക്ഷണങ്ങൾ, അതുപോലെ തന്നെ ഫൈബർ റിച്ച് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ, പ്രോബയോട്ടിക്സ് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങളൊക്കെ ധാരാളം കഴിക്കാം. അത് വേറെ എങ്ങും പോകേണ്ട കാര്യമില്ല. നമ്മൾ സാധാരണ കഴിക്കുന്ന ഫ്രൂട്ട്സിന്റെയും വെജിറ്റബിൾസിന്റെയും ഒക്കെ അളവ് ഭക്ഷണത്തിൽ കണ്ടമാനം കൂട്ടുക. വേറെ തൊടിയിൽ ഉള്ള ഫ്രൂട്ട്സ് മതി, അല്ലാതെ വലിയ വില കൊടുത്ത് വാങ്ങിക്കുന്ന ഫ്രൂട്ട്സിന്റെ ഒന്നും ആവശ്യമില്ല. സാധാരണ നമുക്ക് നാട്ടിൽ കിട്ടുന്ന പപ്പായ അല്ലെങ്കിൽ പേരയ്ക്ക, അതുപോലെ തന്നെ ഓറഞ്ച് ഒക്കെ തന്നെ മതിയാവും. അതിലൊക്കെ ധാരാളം വൈറ്റമിൻ സി അടങ്ങിയിട്ടുണ്ട്, ആന്റി ഓക്സിഡൻസ് അടങ്ങിയിട്ടുണ്ട്, ഫൈബർ അടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ ധാരാളം ഇലക്കറികൾ കഴിക്കുക. പയർവർഗ്ഗങ്ങൾ, അച്ചിങ്ങ, ബീൻസ് പോലെയുള്ള പയർവർഗ്ഗങ്ങൾ ധാരാളം കഴിക്കാൻ വേണ്ടിയിട്ട്, ലെഗ്യൂംസ് ഒക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ ക്രൂസിഫറസ് വെജിറ്റബിൾസ്, അതിൽ ധാരാളം ഫൈബർ അടങ്ങിയിട്ടുണ്ട്, ആന്റി ഓക്സിഡൻസ് അടങ്ങിയിട്ടുണ്ട്, ആന്റി ഇൻഫ്ലമേറ്റേഴ്സ് അടങ്ങിയിട്ടുണ്ട്. അതെല്ലാം നമ്മുടെ ഭക്ഷണത്തിൽ കൂടുതൽ ഉൾപ്പെടുത്തുക. പിന്നെ പല നിറങ്ങളിലുള്ള പച്ചക്കറികൾ, അതായത് ക്യാരറ്റ്, ബീട്രൂട്ട്, മത്തൻ, തക്കാളി, ഇതെല്ലാം കൂടുതലായിട്ട് ഡയറ്റിൽ ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അതോടൊപ്പം തന്നെ നമ്മുടെ ഒരു ഗട്ട് ഹെൽത്ത് കുളവാക്കുന്ന അല്ലെങ്കിൽ നശിപ്പിച്ച് കളയുന്ന അമിത ഷുഗറി ആയിട്ടുള്ള, അമിത സ്പൈസി ആയിട്ടുള്ള, വറുത്തതും പൊരിച്ചതുമായിട്ടുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ, ബേക്കറിയിൽ നിന്ന് കിട്ടുന്ന ഭക്ഷണ സാധനങ്ങൾ, ജങ്ക് ഫുഡ്സ് ഒക്കെ ഒഴിവാക്കാനും കൂടി ഒന്ന് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ കൊക്കക്കോള, സോഫ്റ്റ് ഡ്രിങ്ക്സ്, അങ്ങനെയുള്ള അമിത ആർട്ടിഫിഷ്യൽ ഷുഗർ അടങ്ങിയിട്ടുള്ള ഡ്രിങ്ക്സ് കൂടിയൊക്കെ ഒന്ന് ഒഴിവാക്കി ധാരാളം സാധാരണ ഉള്ള വെള്ളം ധാരാളം കുടിക്കുക. അതുപോലെ തന്നെ ലെമൺ വാട്ടർ ധാരാളം കുടിക്കുക. കരിക്ക് വെള്ളം ധാരാളം കുടിക്കാനൊക്കെ ശ്രദ്ധിക്കുക. അപ്പൊ ധാരാളം വെള്ളം കുടിക്കുക വഴി നമ്മുടെ ആ ഒരു സ്കിന്നിന്റെ ഡെഡ് സെൽസിനെ ഒക്കെ റിമൂവ് ചെയ്യാനും, അല്ലെങ്കിൽ ഡീടാനിങ്ങിന്, ടാനിങ് ഒക്കെ വരുന്നത് തടയാനും ഒക്കെ ഒരുപാട് ഹെൽപ്പ് ആകാറുണ്ട്. അതുപോലെ നമ്മുടെ ആ ഒരു ഡെഡ് സ്കിൻ ഒക്കെ പൊഴിഞ്ഞു പോകാനായിട്ട് ഇത് ഒരുപാട് ഹെൽപ്പ് ചെയ്യാറുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ സ്കിന്നിന് ഒരു ഉണർവ് നൽകാന്, ഉന്മേഷം നൽകാന്, സ്കിന്നിനെ കുറച്ചും കൂടി ഒന്ന് തിളക്കമാക്കി വെക്കാനൊക്കെ ആവശ്യത്തിന് വെള്ളം കുടിക്കുന്നത് ഒരുപാട് ഹെൽപ്പ് ചെയ്യാറുണ്ട്. അതുപോലെ പ്രോപ്പർ ടൈം ഉറങ്ങാൻ വേണ്ടിയിട്ട് ഡെയിലി ഒരു 7 മണിക്കൂറെങ്കിലും സൗണ്ട് സ്ലീപ്പിന് വേണ്ടിയിട്ട് മാറ്റി വെക്കുക. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമുക്കൊരു സ്ലീപ്പ് ഹൈജീൻ ഒക്കെ പ്രാക്ടീസ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ സ്ക്രീൻ ടൈം നല്ലതുപോലെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. പ്രത്യേകിച്ച് ഉറങ്ങാൻ കിടക്കുന്നതിന് ഏകദേശം ഒരു 2-3 മണിക്കൂർ മുമ്പെങ്കിലും നമ്മൾ ഈ ഒരു മൊബൈൽ ഫോൺ അല്ലെങ്കിൽ സ്ക്രീനുകളൊക്കെ ഉപയോഗിക്കുന്നതെന്ന് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഇത് അമിതമായിട്ട് ഉപയോഗിച്ചാലും ഇത്തരത്തില് നമ്മുടെ മുഖത്തൊക്കെ പാടുകൾ അല്ലെങ്കിൽ കറുപ്പ് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇതോടൊപ്പം തന്നെ നമുക്ക് ആന്റി ഇൻഫ്ലമേറ്ററി ആയിട്ടുള്ള മഞ്ഞൾ, ഇഞ്ചി, ഉള്ളി, ചുവന്നുള്ളി, വെളുത്തുള്ളി, ഇതെല്ലാം ഭക്ഷണത്തിൽ കൂടുതലായിട്ട് ഉൾപ്പെടുത്തുക. ഈ ഒരു രീതിയിലൊക്കെ ശ്രദ്ധിക്കുക. പിന്നെ നമ്മളുടെ മുഖം മനസ്സിന്റെ കണ്ണാടി എന്ന് പറയാറുണ്ടല്ലോ. അപ്പൊ നമ്മുടെ മനസ്സിൽ എന്താണോ ഉള്ളത് അതാണ് മുഖത്തേക്ക് ഏറ്റവും കൂടുതലായിട്ട് പ്രതിഫലിക്കുന്നത്. അതുകൊണ്ട് തന്നെ എപ്പോഴും നമ്മുടെ മനസ്സിനെ കാമാക്കി വെക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക, ഹാപ്പി ആക്കി വെക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അതിന് വേണ്ടിയിട്ട് നമുക്ക് മെഡിറ്റേഷൻസ്, യോഗ, അതിന് വേണ്ടിയിട്ടൊക്കെ സമയം കണ്ടെത്തുക. അതുപോലെ തന്നെ റെഗുലർ എക്സസൈസ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ സമയം മാറ്റി വെക്കുക. അപ്പൊ ഈ ഒരു രീതിയിലൊക്കെ ശ്രദ്ധിച്ച് അണ്ടർലൈൻ കോഴ്സിന് വേണ്ട ട്രീറ്റ്മെന്റും കൂടി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഒരു കരിമംഗല്യത്തെ പൂർണ്ണമായിട്ട് മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും.